ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നപ്പോൾ നമ്മുടെ തിരുവോണമായിട്ട് ഇവിടെ അമ്മ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷു ആയാലും ഓണമൊക്കെ ആയാലും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ദിവസം വന്നാൽ അന്ന് ഇഡ്ഡലി സാമ്പാറും ആയിരിക്കും. അപ്പോൾ ഇന്ന് അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇന്നത്തെ തിരുവോണത്തിൻ്റെ പ്രത്യേകത, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു തിരുവോണമാണ്. കാരണം ഇന്ന് എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല, ഇന്ന് എനിക്ക് ജോലിക്ക് പോകണം. അപ്പം ഞാൻ ഈ റെഡി ആയിരിക്കുന്നത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു UK ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ UK ഓണം ഇല്ലല്ലോ. അങ്ങനെ ഞാനിപ്പോൾ കയറിയിട്ടേ ഉള്ളൂ, ഒരു 2 months ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ട്രെയിനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല. അപ്പോൾ തിരുവോണമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വീട്ടിലിരിക്കാതെ ഇപ്പോൾ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ബെസ്റ്റ് പാർട്ടെന്ന് എടുത്തു പറയാനുള്ളത്, ഇന്ന് എനിക്ക് 9:30 വരെ ഉണ്ട്. സാധാരണ എനിക്ക് 8:30 വരെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് എൻ്റെ ഷിഫ്റ്റ് 9:30 വരെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ 10-10:30 ആവും. അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിൽ നിന്ന് സദ്യയും കഴിക്കാൻ പറ്റില്ല. ഇവിടെ ചേച്ചിയുടെ അവിടുത്തെ ക്ലബിൻ്റെ ഓണപരിപാടികളൊക്കെ ഉണ്ട്, അത് കാണാനൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. പിന്നെ ഓഫീസിൽ നമുക്ക് സദ്യ ഒരുക്കണുണ്ട്, അവിടുത്തെ സദ്യ അടിപൊളി സദ്യയാണ്. അപ്പം ആ ഒരു എന്തെങ്കിലും എനിക്കിന്നുണ്ട്, സദ്യയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. ചേച്ചിയുടെ അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് തിരുവാതിര, തുമ്പിതുള്ളൽ. സത്യം പറഞ്ഞാൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ തുമ്പിതുള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കണ്ടിട്ട് പോലുമില്ല. അപ്പം നമ്മുടെ അവിടെയൊക്കെ ആ തുമ്പിതുള്ളൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്കയിടത്തും തുമ്പിതുള്ളലുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കാണാൻ പോകണമെന്നും നിങ്ങളെയൊക്കെ അത് കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി അതൊന്നും നടക്കില്ല. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് എനിക്ക് കാണാൻ വേണ്ടി കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 10 മണിക്ക് എൻ്റെ ക്യാബ് വരും. അപ്പോൾ ഞാൻ 10 മണിക്ക് പോകും. ഇനിയെന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകണം. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പോകണം. എന്നിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഗൈസ്, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം. ഞാനും വസുവും കൂടെയാണ് അമ്പലത്തിൽ പോകാൻ പോണത്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് അമ്മ വിളിച്ച് കഷ്ടപ്പെട്ട് ഉണർത്തി നിർത്തിക്കണതാണ്. അതാണ് മുഖത്ത് നിന്ന് ഇതുവരെ ഉറക്കമൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം. ഇനി നിന്നാൽ താമസിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ ശുണ്ട്രിമണി. ശുണ്ട്രിക്ക് വയ്യായിരുന്നു 2-3 ദിവസം കാലൊന്നും. അപ്പോൾ ഹായ് പറ. ഇപ്പോൾ ആൾക്ക് ഭയങ്കര കറക്കമാണ്. ഇവിടെ ഫുള്ള് നടന്ന് കറങ്ങിക്കൊണ്ട് നടക്കും, എല്ലായിടത്തും വീട്ടിൽ കയറാതെ. പക്ഷെ ഫുഡ് കഴിക്കാൻ കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നോളും. അയ്യോ, ഇന്നത്തെ കാപ്പി എന്തൊക്കെയാണ്? ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാണ്. ഈ ഉഴുന്നുവട പോലും കണ്ട എന്ത് പ്രൊഫഷണൽ ആയിട്ടിരിക്കണേ. അയ്യോ അതല്ല, ഇതൊക്കെ നല്ല അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഇഡ്ഡലിയുണ്ട്, സാമ്പാർ, ഉഴുന്നുവട, ചമ്മന്തി, പഴം. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ കൂടെയൊക്കെ പഴം ചേർത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അമ്മ ഇന്ന് എത്ര മണിക്ക് എണീറ്റ്? ഞാൻ 6 മണിക്ക് എണീറ്റുള്ളൂ. 6 മണിക്ക് ഞാൻ ഉണർന്നുള്ളൂ. അമ്മ ഓണക്കോടിയൊക്കെ അമ്മ പുതിയ നൈറ്റ് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ഓണം എല്ലാവർക്കും. ഇനി ഉച്ചയ്ക്ക് ഏതൊക്കെ സാമ്പാർ ഏതൊക്കെ പായസമാണുള്ളത്? അട മാത്രമേ ഉള്ളൂ, അടപ്പായസം മാത്രമേ. ബോളി ഇല്ലല്ലേ ഇപ്രാവശ്യം? നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സേമിയവും ബോളിയും ഉണ്ടാക്കിയാണ്. അപ്പൊ നീ ഇല്ലല്ലോ. അതെ. പിന്നെ വട രാവിലെ കാപ്പിക്കും പിന്നെ ഉച്ചയ്ക്ക് കൂട്ടുകറിക്കും കൂടെ കണക്കാക്കിയാണ് ഉണ്ടാക്കിയത്. കൂട്ടുകാർക്ക് ചെറിയ വടയല്ലേ ഇടുന്നത്? അതെങ്ങനെ ഉണ്ടാക്കാത്തത്? മുറിച്ചിടുവോ? ഓക്കെ. ഞാനങ്ങനെ ക്യാബിൽ കയറിയിട്ടുണ്ട്. റോഡിലാണെങ്കിൽ ആരുമില്ല, കടയൊക്കെ അടച്ചിട്ട് എല്ലാവരും വീട്ടിലായിരിക്കും. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ലീവ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. മുമ്പ് അമ്മ പറയുമായിരുന്നു ഈ ഓണമൊക്കെ ആകുമ്പം ഈ വെതറിൽ തന്നെ ആ ഓണത്തിൻ്റെ ഒരു ഇത് കാണുന്നത്. ഞാൻ മുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് എല്ലാം ഉണ്ട്. നല്ല വിഷമമുണ്ട്, വിഷമത്തിലാണ് പോകുന്നത് ഇപ്പോൾ. ഞാനങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഓഫീസിലാണെങ്കിൽ ആരുമില്ല, വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പാർക്കിങ്ങിലാണെങ്കിൽ ഒരു 4-5 കാറ്, ഒട്ടും ബ്ലോക്കില്ല. ആകെ 50 മിനിറ്റിൽ ഞാൻ എത്തി. മറ്റത് 1.5 മണിക്കൂർ എടുക്കുന്നത് 50 മിനിറ്റ്. അത് 3 വരെ പിക്ക് ചെയ്തിട്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. അത്ര ആൾക്കാരില്ല, വിച്ച് മീൻസ് എല്ലാവരും വീട്ടിലാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് അത്ര വിഷമമാണ്.
യെസ്, അപ്പോൾ ഐഷു ഉണ്ട്. ഐഷു ക്യാമറയുടെ ബാക്ക് നിൽക്കുകയാണ്. ഐഷു വേറെ ഏതോ ഫംഗ്ഷന് വന്നേക്കാണ്, ഓണത്തിനല്ല, ഏതോ ഹിന്ദിക്കാരുടെ പരിപാടിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സിങ്ങിലാണ് വന്നേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഐഷുവിനെ. ഏതോ ഹിന്ദിക്കാരിയാണ് ഇതാ വന്ന് നിൽക്കണേ. വേറെ എന്തിനാണ് മാറിപ്പോയ ഒക്കേഷൻ? ഇല്ല, എൻ്റെ ഓണക്കോടി ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ രണ്ട് ഫംഗ്ഷന് വന്നേക്കണ പോലെ ഉണ്ട്. ഗൈസ്, നമ്മൾ സദ്യ കഴിക്കാൻ പോകണം. ഇവർ രണ്ടും ഏതോ ഒരു ഫംഗ്ഷന് വന്നേക്കാണ്, ബോളിവുഡ് ഫംഗ്ഷന്. ഇത് ജറീഷ ഷഫീർ, ഇത് എൻ്റെ മോക്ക് പാർട്ട്ണറാണ്. അതെ, നമുക്കപ്പോൾ സദ്യ കഴിക്കാൻ പോവാം. നമ്മൾ കുറച്ച് നേരത്തെ കയറി വന്ന് സദ്യ കഴിക്കാനായിട്ട്. അവർ പഴം പോലും വച്ചിട്ടില്ല, എംപ്റ്റി ആയിട്ട് കിടക്കുന്നു. ആക്കിയാണ് പഴം. എവിടെ നിന്ന് പഠിച്ചത് ഇതൊക്കെ? ഇത് നമ്മൾ പച്ചപ്പഴം നമ്മൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മതി. വീട്ടിലായിരുന്നതിൽ ഞാനിപ്പോൾ കിടന്നുറങ്ങി. ഒരു 5 മണിക്കൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്ലോറിലോട്ട് പോവുകയാണ്. ഇനി പണിയാണ്. എനിക്ക് ആലോചിക്കാൻ വയ്യ, എനിക്കിനി ഉറങ്ങിയാൽ മതി. ഇപ്പം നമുക്കിനി നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകണതെന്ന്. ഗൈസ്, ഇപ്പോൾ റിയയുടെ ഫസ്റ്റ് കോള് കഴിഞ്ഞേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ട്രോമയായിരുന്നോ? എനിക്ക് വയ്യ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ശ്രീയയ്ക്ക് 3 കോളാണ് വന്നത്. നമ്മുടെ ഫസ്റ്റ് കോള്, നമ്മുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് കോള് വരാനുള്ള ഭാഗ്യം കിട്ടിയത് റിയയ്ക്കാണ്. അപ്പോൾ നമുക്ക് അവരൊരു കുറച്ച് വലിയൊരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഉച്ചയ്ക്ക് 12 മണിക്ക് സദ്യ കഴിച്ചു. ഇനിയിപ്പോൾ നന്നായിട്ട് വിശക്കണുണ്ട്. അപ്പോൾ കഫറ്റേരിയയിൽ അവിടെ ആളുണ്ടോയെന്നൊന്നും അറിഞ്ഞൂടെ, എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇന്ന് വലിയൊരു ബ്രേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാൻ പോയി കഴിക്കാനായിട്ട്. ഗായ്സ്, ഇപ്പം മണി 10:30 അമ്മ എനിക്ക് ഇലയിൽ ചോറ് വെച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കാനായിട്ട് ഇനി ഇഡലി മതിയായിരുന്നു. എന്തായാലും കോരിയതല്ലേ, കഴിക്കാം. അയ്യോ, കടിക്കണേ പൂച്ച. ഓക്കെ, ഇന്നത്തെ ദിവസമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലോങ് ഡേ എന്നൊക്കെ പറയൂലേ, ആഫ്റ്റർ എ ലോങ് ഡേ. അങ്ങനത്തെ ഒരു ലോങ് ഡേ ഞാൻ ഇന്നേ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ, അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു. എന്ത് പറയാൻ, പിന്നെ കഴിക്കണം. അമ്മ, ഇന്ന് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലാസ്റ്റ് പേടിയായി. അത്ര അടിപൊളിയായിരുന്നു. സന്തോഷം. വീഡിയോ എടുത്താ? പ്രിയ അയച്ചു തരാൻ പറഞ്ഞു ആരെങ്കിലും എടുത്തിട്ട്. ഗൈസ്, ഈ തുമ്പി തുള്ളലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നത്. തിരുവാതിരയാമ്പൂൻ്റെ. കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പം ഇനി എനിക്ക് ഒന്നിനും എനർജി ഇല്ല. ഞാൻ സദ്യ കഴിച്ചിട്ട് ഞാൻ ഇനി ഒറ്റ ഉറക്കമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു അടിപൊളി ഓണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ പറ.